ഹലോ, സ്വാഗതം. ദോശ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ പണി കിട്ടിയെന്ന് മനസ്സിലായി. മാവിൻ്റെ അളവിൽ എവിടെയോ തെറ്റി ദോശ റബ്ബർ ഷീറ്റ് പോലെയായി. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, ഒരു മുറി നാളികേരം എടുത്തു, വേഗം ചിരകി പാലെടുത്തു, ഒരു അര ടീസ്പൂൺ ഈസ്റ്റ്, ഒരല്പം ഉപ്പ്, ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കലക്കിയെടുത്തു. എന്നിട്ട് കുറേശ്ശെയായിട്ട് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ ആ ഒരു തിക്നെസ് നോക്കണം. എന്നിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് കലക്കി വെക്കുക. മധുരം നോക്കിയപ്പോൾ ഒരല്പം കുറവുണ്ട്, അപ്പോൾ വീണ്ടും പഞ്ചസാര ഇട്ടു. മാവിൻ്റെ തിക്നെസ് ഒന്നുകൂടി കുറയ്ക്കണം. അപ്പോൾ കുറച്ചും കൂടി പാല് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ച് അത് സെറ്റാക്കി വെച്ചു. കുറച്ച് ഗ്രീൻ പീസ് എടുത്തു, കഴുകി വാരി ചൂടുവെള്ളത്തിലാണ് ഞാൻ ഇട്ട് വെച്ചത്. ദോശ പാളിയതുകൊണ്ട് കഴിക്കാൻ രാവിലെ ചോറ് തന്നെ. അതോടെ ഇരിക്കട്ടെ, 4 മണിക്ക് വരുമ്പോൾ നോക്കാം. അങ്ങനെ നമുക്ക് ചോറും പാത്രം തയ്യാറാക്കാം. മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വാഴയില വെച്ചിട്ടാണ് ഞാൻ അതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് വെച്ചു. 2 മുളക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ദോശയ്ക്ക് ഉണ്ടാക്കിയ കറി, അത് ഉരുളക്കിഴങ്ങ് കറിയാണ്, അത് ചോറിനും കൂട്ടാം. അപ്പോൾ അതും കൂടെ വെച്ചിട്ടുണ്ട്. തലേദിവസം വറ്റിച്ച് വെച്ച മീൻ കറിയും കൊടുത്തയക്കുന്നുണ്ട്. മാഷിൻ്റെ ചോറും പാത്രമാണ്, അപ്പോൾ മാഷ് ഉച്ചയ്ക്ക് മീൻ കഴിക്കും. അങ്ങനെ തിക്കും തിരക്കും ആയൊരു ദിവസം പോകാൻ നേരത്ത് മകൻ്റെ വക കേട്ടോളൂ കേട്ടോ. മിഡ് ടേം ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പഠിക്കാനുണ്ട്, കുറച്ച് എഴുതി തീരാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്ന് വാരി തന്നാൽ ഞാനത് എഴുതി പൂർത്തീകരിക്കാമായിരുന്നു. അപ്പോൾ എനിക്കും അവനും കൂടി ഞാൻ ചോറെടുത്തു, അത് വാരി കൊടുത്തപ്പോൾ വേഗം വേഗം കഴിച്ചു. അങ്ങനെ എനിക്കും ഒരു സമാധാനമായി, അവൻ കഴിച്ചിട്ടാണല്ലോ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ കഴിക്കാതെ പോകും. രാവിലെ എങ്ങനെയൊക്കെയോ പൂട്ടി ഇറങ്ങി. പിന്നെ വൈകിട്ട് വന്നപ്പോൾ ഇവർ ഭയങ്കര കളി, ഗംഭീര കളി. മാഷ് അവിടെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് വന്നപ്പോഴത്തേക്ക് മാവ് സെറ്റായിട്ടുണ്ടായി, പിന്നെ ഗ്രീൻ പീസ് കുതിർന്നിട്ടുണ്ടായി. അപ്പോൾ സമാധാനമായി. ഇനി വൈകുന്നേരത്തേക്ക് ആ ഒരു ഭക്ഷണം കൊടുക്കാമല്ലോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചെടുത്ത് അത് നേരിട്ട് കുക്കറിലേക്ക് ഇട്ടു. കുറച്ച് കറുവപ്പട്ടയും കുറച്ച് മസാല ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടു. പിന്നെ മഞ്ഞളും ഉപ്പ്, ഗ്രീൻ പീസിൻ്റെ കൂടെ 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു 6 വിസിലൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് നിർത്തിയിട്ട് നോക്കാം. അങ്ങനെ ഓരോരോ വെള്ളയപ്പമായിട്ട് ചുട്ടെടുത്തു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇതുപോലെ തന്നെ സബോളൊക്കെ വാട്ടി മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഇട്ട് പിന്നെ ആദ്യം 2ാം പാൽ ഒഴിച്ച് തിളപ്പിച്ച് ഉപ്പൊക്കെ നോക്കി ഒരു ഇത്തിരി മസാല കൂടി ഇട്ട് പിന്നെ 1ാം പാലും കൂടി ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുത്തു. അപ്പോൾ ശരിക്കും ഒരു മസാല കുറുമ പോലെ അത് വെള്ളപ്പത്തിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്നൊരു കറിയാണ്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി, അവർ കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി.